ഇന്നത്തെ ഒരു പരീക്ഷണമാണ്. സെയിം ഐറ്റം പല രുചികളിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? അങ്ങനെയുള്ളവർക്ക് ഇതാ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചു. സത്യം പറയുകയാണെങ്കിൽ പുതിയൊരു ഐറ്റം ട്രൈ ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടൊന്നുമല്ല, കറി വെക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് റെസിപ്പിയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ പുട്ടുപൊടി, അത് ഏതെങ്കിലും ഒരു പുട്ടുപൊടി, നിങ്ങൾ ഉപയോഗിക്കുന്ന പുട്ടുപൊടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നനച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് ഒരു 5-6 ടീസ്പൂൺ പഞ്ചസാര. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതേ അളവിൽ തന്നെ പാൽപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പാൽപ്പൊടി, പഞ്ചസാര, ക്യാരറ്റ്, തേങ്ങ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ ഒരു 1.5 ടീസ്പൂണോളം ഞാൻ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് കൂടി ചേർത്ത് ഇങ്ങനെ ഭയങ്കര ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ പുട്ടിന് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒക്കെ മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ എടുത്ത പാത്രം ചെറുതായിപ്പോയി. അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പുട്ടുപൊടി പാകത്തിന് കുഴഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നോക്കാനുള്ള ചെറിയൊരു ടിപ്സാണ്. അതങ്ങനെ പിടിച്ച് ഉരുളാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുളയായിട്ട് തന്നെ നിൽക്കും, പൊടിഞ്ഞു പോവാതെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ പുട്ടിൻ്റെ പാത്രം എടുത്ത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ മുകളിൽ ഞാൻ തുണി വെച്ചിട്ടുള്ളത് ആവി പുറത്ത് പോകാതിരിക്കുന്ന ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുഴച്ചെടുത്ത പുട്ടുപൊടിയെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന ക്രമത്തിൽ തേങ്ങയും പുട്ടുപൊടിയും ചേർത്തിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ വലിയ പ്രിയ ഇല്ലാത്തത് കൊണ്ട് ആദ്യം ചേർത്തത് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വീണ്ടും ചേർത്തില്ല. അപ്പോൾ ആവി വന്നിട്ടുണ്ട്. പുട്ടിനാവി വന്നല്ലോ. അപ്പോൾ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പുറമേ നിന്ന് തള്ളി പ്ലേറ്റിലോട്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പുട്ടിന് പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരുണ്ട്, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം കുട്ടികൾക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റത്തിനോട് ഭയങ്കര പ്രിയമാണല്ലോ. ഈ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനുള്ള ഇഷ്ടം കൂടുതലായിരിക്കും. പിന്നെ ക്യാരറ്റും ഉണ്ടല്ലോ, ക്യാരറ്റ് കഴിക്കാത്ത മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങോട്ട് വയറ്റിലെത്തിക്കോളും. അപ്പം മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.